ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്, ഉച്ച കഴിഞ്ഞ് നല്ല ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇടിയിൽ എൻ്റെ വീടിനടുത്തുള്ള 2 വീടുകൾക്ക് ഇടിമിന്നലേറ്റു. അപ്പോൾ അവരുടെ കുറേ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇടിമിന്നലിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പുതിയ വീട് വെച്ചിട്ടുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിനെപ്പറ്റി അത്യാവശ്യം നോളജ് ഉള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം ഒരാവശ്യവുമില്ല. അപ്പം ഞാനത് കാണിച്ചു തരാം എൻ്റെ വീട്ടിൽ എങ്ങനെ ചെയ്യും. ഈ സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ ലൈനിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഇടി വരുന്നത്. അത് ഉറപ്പായിട്ട് ഒരു 90% എന്ന് ഞാൻ പറഞ്ഞു, 90% വരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീട് നേരിട്ട് വെട്ടിയാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന വീടിനകത്തുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ, ലൈറ്റ്, ബൾബ്, ഫാന്, അങ്ങനെ മുതലായ എല്ലാ സാധനവും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ച്. ഈ മെയിൻ സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുള്ളത് ഒരു മെയിൻ ഫ്യൂസാണ്. അതുകൂടെ ഉണ്ട്, ഇവിടെ ചെറിയ ഫ്യൂസിങ് ഉണ്ട്. ഇത് നമ്മൾ അഡീഷണൽ വയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്ത സാധനമാണ്. അതിനുശേഷം നമ്മുടെ സാധാരണ ഇപ്പോൾ എല്ലാ പുതിയ വീട്ടിലും വരുന്ന ഒരു മെയിൻ സ്വിച്ച് അതുകൊണ്ട് ഈ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഓഫ് ആവും, ഫേസ് ഓഫ് ആവും. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ഉണ്ട്. ഇവിടുന്ന് നമ്മളൊരു വയർ എടുത്തിട്ടുണ്ടോ, ഇത് നമ്മുടെ ന്യൂട്രൽ ലൈനാണ്. ഇത് നമ്മുടെ അകത്തോട്ട് വരുന്ന ന്യൂട്രൽ ലൈനാണ്. ഈ ന്യൂട്രൽ ലൈൻ നമ്മൾ ദേ കണ്ടോ ഇവിടെ കൊടുത്തു, ഈ ഫ്യൂസിനകത്ത് കൊടുത്തു. ഇവിടുന്നാണ് ഇത് നമ്മുടെ പെരയ്ക്കകത്തോട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടി വരുന്ന സമയങ്ങളിൽ നമ്മൾ 4 മണിയാകുമ്പോഴത്തേനും ഇടി മുഴങ്ങുന്ന കാണുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യും. ഇത് ഊരും, ഈ ഫേസ് ഊരും. അപ്പം കംപ്ലീറ്റ് സ്റ്റോപ്പായി. പിന്നെ ഇതും നമ്മൾ ഓഫ് ചെയ്യും. മെയിൻ സ്വിച്ച് ഇത്രയും ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം അടച്ചിട്ട് കുറച്ച് സേഫായിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ലൈനിൽ ന്യൂട്രലിൽ കൂടി ഇപ്പോൾ ഇടി വെട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ വരുമ്പോൾ ഇത് കണ്ട് ഇതിനകത്ത് വരുമ്പോൾ തന്നെ ഇത് ഊരി വെച്ചിരിക്കാറുണ്ട്. ഇത് 100% സേഫായി. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇതും സേഫായി. ഈ ഫ്യൂസ് ഊരിട്ട് സേഫായി. അകത്ത് നമ്മുടെ ELCB ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇവിടുന്ന് വരുന്ന എന്നാ ഇടി വന്നെന്ന് പറഞ്ഞാലും ഇതിനകത്തൂടെ ലൈനിൽ കൂടെ വരുന്ന കറണ്ട് ഒരു കാരണവശാലും പെരയ്ക്കകത്ത് വരത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഇൻവെർട്ടർ ലൈൻ കണക്റ്റ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ, ഇൻവെർട്ടറിലാണെങ്കിൽ ഇതുപോലെ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇൻവെർട്ടർ ഒരു എമർജൻസി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇനി ഇൻവെർട്ടറല്ല സാധാരണ വർക്ക് ചെയ്യുന്ന എന്തായാലും ഈ ന്യൂട്രൽ ലൈനിൽ കൂടെ കറണ്ട് വരുമ്പോൾ ആ സാധനങ്ങളെല്ലാം ഓവർ വോൾട്ട് വന്ന് കത്തിപ്പോവും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഇതുപോലെ ഒരു കണക്ഷൻ ചെയ്ത് വെക്കുക. ഇടി വെട്ടുന്ന സമയത്ത് അത് ഊരിവിടുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരാൾ കൂടി ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.